ഹായ് കൂട്ടുകാരെ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ലീവ് ദിവസം നമ്മൾക്ക് നല്ല സിനിമയുണ്ടെങ്കിൽ പോയി ഒരു സിനിമ കാണുക. അതേപോലെ തന്നെ ഐസ്ക്രീം മക്കൾക്ക് ഇഷ്ടമാണ്. ഐസ്ക്രീം മക്കൾക്ക് നല്ല സിനിമയ്ക്കും മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാട്ടോ, എനിക്കുള്ളത് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. ദേ ഒരാൾക്കുള്ളത് വന്നു. ആദ്യം എൻ്റെയാണ് വന്നത്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. ദേ മകൾക്കുള്ളത് വന്നു. എല്ലാം മൂന്നാൾക്ക് മൂന്ന് സ്പെഷ്യൽ ഐസ്ക്രീമുകളാണ്. ഇത് എൻ്റെ ഇരിക്കുന്ന നോക്കി ചിരിക്കുന്നുണ്ടോ? അതെ, ചെറിയ ആൾക്കുള്ളത് വന്നു. ഇനി ഷീനമ്മയ്ക്കുള്ളത് വന്നിട്ടില്ല കേട്ടാ. കാത്തിരിപ്പാണ് അവിടെ. ഇപ്പൊ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. എന്തായാലും ഇപ്പൊ വരും. ഓർഡർ ചെയ്തിട്ടുണ്ട്. ആള് കോരന്നായതുകൊണ്ട് ഓരോന്നോരോന്ന് റെഡിയാക്കണ്ടേ. അപ്പൊ നമ്മൾ ഈ ലീവ് ദിവസങ്ങൾ വരുന്ന ടൗണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം വേണമെന്നുള്ളത് ഒരു കുഞ്ഞാവിന്റെ ഒരു അതേപോലെ തന്നെ ഷീനമ്മയൊക്കെ പറയും. ഷീനമ്മയ്ക്ക് വലിയ താല്പര്യമില്ല എങ്കിലും കിട്ടിയാൽ കഴിക്കാം. അതെ, ഷീനമ്മയ്ക്കുള്ളത് വന്നു. അത് സ്പെഷ്യലാട്ടാ. ആൾക്ക് ഓരോ സ്പെഷ്യലാ. ദേ ബോള് പോലെ ഉരുണ്ട് കളിക്കുന്നത് കണ്ടോ? സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇട്ടാണ്ടേ. പാവം. കിട്ടും കിട്ടും. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ നോക്കി ചിരിക്കുക കേട്ടോ, എന്നെ നോക്കി ചിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് നോക്കി ചിരിക്കുക എൻ്റെ ഐസ്ക്രീം. കാരണം ഞാനൊരു ഫ്രൂട്ട് സാലഡാ പറഞ്ഞത് വിത്ത് ഐസ്ക്രീം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊക്കെ വേറെ മാറ്റി മാറ്റി പറഞ്ഞത് കൊണ്ട് അത് വൈകിപ്പോയി. എൻ്റെ ആദ്യം കൊണ്ട് തന്നു. ഞാൻ എന്നിട്ട് കഴിക്കുന്നുണ്ടാ? എൻ്റെ കഴിക്കാൻ പറ്റുന്നില്ല. എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടാ? എന്നെ നോക്കി ചിരിക്കുന്ന എൻ്റെ ഐസ്ക്രീമിൽ നിന്നും ദേ കുഞ്ഞാവ് ഒരു പീസ് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ് ഇത് എടുത്ത് കഴിക്കുന്നു. കാരണം കുഞ്ഞാവി ഓർഡർ ചെയ്ത് ഷെയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഐസ്ക്രീം ഒരു പീസ് എന്നെടുത്ത് നോക്കാം. എല്ലാവരും ടേസ്റ്റ് നോക്കട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ടേസ്റ്റ് നോക്കി കഴിക്കും. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനതല്ലേ, ഞാൻ ഇവരെല്ലാം വീഡിയോ എടുക്കണം, ഐസ്ക്രീം വീഡിയോ എടുക്കണം. നമ്മളപ്പോൾ കഴിക്കലില്ല. നമ്മളെ നോക്കി ചിരിക്കുക നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഹായ്, നിങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വരികയാണെങ്കിൽ വന്നോളൂ കേട്ടോ. ഞങ്ങളിതേ റെഡി അല്ലേ? ആ അപ്പോൾ ആള് കോര ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഒരു ദിവസം അവധി കിട്ടുമ്പോൾ ഇതേപോലെ പോയി കുറച്ച് നേരം അല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ച് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഡെയിലി പോകുന്നൊന്നുമില്ല. നമ്മളപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പോകത്തുള്ളൂ. പോകുമ്പോൾ അതെങ്ങനെ ഒരു സിനിമയ്ക്ക് പോകും, നല്ല സിനിമകൾ വന്നാൽ പോകും. അതേപോലെ ദേ പോയി ഒന്നില്ലേ സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതേപോലെ കഴിക്കും, ഇല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോൾ കഴിക്കും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീഡിയോ എടുക്കൽ നേരെ നേരെ കുഞ്ഞുൻ്റെ കൊടുത്തു. കാരണം വീഡിയോ ഞാൻ എടുത്തിട്ടിരുന്നപ്പോൾ എനിക്ക് കഴിക്കണ്ടേ, കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളത് അടുത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അസൂയാണ്. കാരണം അച്ഛനും അമ്മയും ഇതെങ്ങനെ പരസ്പരം ഓരോ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്, എന്താ ഇപ്പോൾ ചെറിയ പിള്ളേരാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊന്നും കാര്യമില്ല. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പരസ്പരം സ്നേഹിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക അല്ലേ? അവർ നോക്കി നമ്മളെ ചിരിക്കുക രണ്ടുപേരും കൂടി. അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ നോക്കി ചിരിക്കുകയാണ്. അവർ സ്പൂൺ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് കണ്ടിട്ടേ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. ഇതേപോലെ ഒഴിവ് സമയങ്ങളിൽ എല്ലാവരും കൂടി പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എവിടെയെങ്കിലുമൊക്കെ പോവുക. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ഒന്ന് റിലാക്സ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് പണിയും തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചയാണ് എപ്പോഴെങ്കിലും നല്ല സിനിമ വന്നാൽ ഒന്ന് പോയി കാണാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതേപോലെ പോയി ഒരു ഐസ്ക്രീം കഴിക്കും. ഇല്ലെങ്കിൽ പിന്നെ കൂടുതൽ ദൂരങ്ങൾക്കൊന്നും പോകാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും അതിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞ് സോൾവ് ചെയ്ത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ, സ്നേഹിക്കുക ജീവിതമുള്ളിടത്തോളം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ സ്വന്തം രാജീവ് ആൻഡ് ഷീന. ഓക്കെ, ബായ്.